കർണാടക ആർടിസിയിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര. സ്ഥാപന മേധാവികളുടെ കത്ത് ഡിപ്പോയിൽ ഹാജരാക്കിയാൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യ പാസ് ലഭിക്കും. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രദീപ്, നേരത്തെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഏർപ്പെടുത്തിയ സർക്കാർ ബസ്സുകളിൽ ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കർണാടക. ഇപ്പോൾ പുതിയൊരു മുഖ്യമന്ത്രി വരുന്നു. ഒരു ജനകീയ തീരുമാനമായി, ജനപ്രിയ തീരുമാനമായി കാണാം അല്ലേ? അമൽ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. DK ശിവകുമാർ മന്ത്രിസഭ അധികാരമേറ്റതിന് പിന്നാലെയാണ് നേരത്തെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കർണാടകയിൽ നൽകിയിരുന്നു. ഇപ്പോൾ സമാനമായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര നൽകാൻ തീരുമാനമെടുക്കുന്നു. അതിൽ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, കാസർഗോഡ് ജില്ലയിൽ നിന്നും നിത്യേന കർണാടകയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി വരുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനം ആശ്വാസമാകുന്നത്. അതായത് മംഗളൂരു, പുത്തൂർ, സുള്ളിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ തന്നെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നതിൽ ഭൂരിഭാഗവും കാസർഗോഡിന്റെ, അതായത് കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന കാസർഗോഡിന്റെ വിവിധ മേഖലയിലെ കുട്ടികളാണ്. അവർക്കാണ് ഈ തീരുമാനം ഏറെ ആശ്വാസമാകുന്നത്. നിലവിൽ കുട്ടികൾ നിശ്ചിത ഫീസ് നൽകിയാണ് KSRTCയുടെ, കർണാടക RTCയുടെ പാസ് വാങ്ങുന്നത്. എന്നാൽ ഈ പുതിയ തീരുമാനം വന്നതോടുകൂടി പാസിനായി നൽകിയ തുക വിദ്യാർത്ഥികൾ അപേക്ഷിച്ചാൽ അത് തിരികെ നൽകും. ഒപ്പം സ്ഥാപന മേധാവിയുടെ കത്ത് ഹാജരാക്കിയാൽ RTC അധികൃതർ സൗജന്യ യാത്രയ്ക്കുള്ള പാസ് നൽകുമെന്നാണ് കർണാടക ഗതാഗത വകുപ്പിന്റെ കഴിഞ്ഞ ദിവസം ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. ആ ഉത്തരവ് ഇന്നും നാളെ മുതൽ, അടുത്ത പ്രവൃത്തി ദിവസം മുതൽ നടപ്പിലാകുമെന്ന ഒരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അമൽ, പ്രതിവിധിപ്പോ ഈ കർണാടക RTCയുടെ എല്ലാ ബസ്സുകളിലും ഈ സൗജന്യ യാത്രയുണ്ടോ, അതോ ഈ ഓർഡിനറി ബസ്സുകളിൽ മാത്രം, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമാണോ? അമൽ, കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് മംഗളൂരു ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളൊന്നും ഓർഡിനറി അല്ല, ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളാണ്. ആ ബസ്സുകളിലൊക്കെ തന്നെയും വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ സൗകര്യം ലഭിക്കും എന്നാണ് അധികൃതർ പറയുന്നത്. കൂടാതെ കർണാടകയിൽ പ്രാന്തപ്രദേശങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്തുന്നത്. അന്തർ സംസ്ഥാന പാതയിലൊക്കെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ തന്നെയാണ് സർവീസ് നടത്തുന്നത്. നിലവിൽ കുട്ടികൾ ഉപയോഗിക്കുന്നതും ആ ബസ്സുകൾ തന്നെയാണ്. അതിലായിരിക്കും കുട്ടികൾക്ക് യാത്രാ സൗജന്യം ലഭിക്കുക. അമൽ, ശരി. പ്രദീപ് നാരായണനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.